പത്തനാപുരം പുനലൂർ റൂട്ടിൽ അപകടം പരമ്പരയാകുന്നു. പത്തനാപുരം നടുക്കുന്നിൽ രാത്രി 11:30 നിയന്ത്രണം വിട്ട് കാർ വീട്ടുമുറ്റത്തേക്ക് പതിച്ചു. യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുനലൂർ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കോട്ടയം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ 3 മാസത്തിനിടെ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനാപുരത്തിനും പുനലൂരിനുമിടയ്ക്ക് 25-ൽ പരം അപകടങ്ങളാണ് നടക്കുന്നത്. മഴ സമയത്താണ് കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട പരമ്പരയ്ക്ക് കാരണമായി പറയുന്നത്. പുനലൂർ മൂവാറ്റുപുഴ റോഡ് KSTP ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. ഏതാണ്ട് 29 കിലോമീറ്റർ ദൂരം 300 കോടിയിലധികം രൂപ മുടക്കിയാണ് പണിയുന്നത്. പണി ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഈ പണി അവസാന ഘട്ടത്തിലെത്തുന്നതിന് മുമ്പ് കടക്കാമൺ മുതൽ പത്തനാപുരം കല്ലുംകട വരെ ഏതാണ്ട് 10-20ഓളം അപകടങ്ങൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. KSRTC ബസ്, 4 വീലർ, 2 വീലർ ഉൾപ്പെടെ ധാരാളം വാഹനങ്ങൾ അപകടത്തിൽ. ദൈവാധീനം കൊണ്ട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒഴിച്ചാൽ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. എങ്കിലും ഈ കഴിഞ്ഞ അപകടത്തിൽ ഇന്നലെ രാത്രി 11:30 മണിക്ക്, ഇന്നിപ്പോൾ പകൽ 8 മണി ആകുന്നു, ഇന്നലെ രാത്രി ഒരു 11 മണിയോടുകൂടി ഈ അപകടത്തിൽ 2 ആളുകളുണ്ടായിരുന്നു. 2 പേർക്കും ഒന്നും സംഭവിച്ചില്ല. ഏത് സ്വദേശികളാണ് അറിയോ? അവർ കോട്ടയം സ്വദേശികളാണ്. അവരുടെ ബന്ധുവീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് സംഭവിച്ചതാണ്. റോഡിൻ്റെ അപാകത മൂലം, നിർമ്മാണത്തിലെ അപാകത മൂലമാണ് ഇത് അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അതെ, ഇപ്പൊ ഓപ്പൺ ചെയ്യും. അതെയോ? ഈ ഓണത്തിന് സാംസങ്ങിന്റെ പുതിയ ലോകം തുറക്കൂ വൈറ്റ് മാർട്ടിലൂടെ. ഈസി EMI ക്യാഷ്ബാക്ക് ഓഫേഴ്സ് 200+ ഷോപ്സ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും. വൈറ്റ് മാർട്ട്, നമ്മുടെ അടുത്തുള്ള കട. വേൾഡ്സ് നമ്പർ 1 ലീഡിംഗ് ബ്രാൻഡ്സ്. എല്ലാ പർച്ചേസിനും 10 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ. യെസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, ഹോം സെന്റർ, കുന്നിക്കോട്. നമ്പർ 1 എക്സ്ക്ലൂസീവ് ഷോറൂം ഇൻ കൊല്ലം.